വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഹോം നഴ്സിംഗ് സ്വാന്തന പരിചരണ രംഗത്തെ സ്ത്രീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി വീണ ജോർജ്. ഹോം നഴ്സിംഗ് മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന വിഷയത്തിൽ കേരള വനിതാ കമ്മീഷൻ പത്തനംതിട്ട കാതോലിക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാന്ത്വന പരിചരണ നയം ആദ്യമായി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണെന്നും സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനം ആകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിനും നടപടിയെടുക്കുന്നതിനുമായി 11 മേഖലകൾ തിരഞ്ഞെടുത്ത വനിതാ കമ്മീഷൻ നടത്തുന്ന പബ്ലിക് ഹിയറിംഗ് ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ഹോം നഴ്സിംഗ്, സാന്ത്വന പരിചരണ മേഖലകൾ വലിയ പ്രാധാന്യമുള്ളവയാണ്. ബഹുഭൂരിപക്ഷം സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലയാണിത്. അതിനാൽ തന്നെ നല്ല തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക, ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇത് കണക്കിലെടുത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ മേഖലയിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. പബ്ലിക് ഹിയറിംഗിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ ഗൗരവത്തോടെ പരിഗണിച്ച് സർക്കാർ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് നമ്മൾ ഇവിടെ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തുന്ന ഈ പബ്ലിക് ഹിയറിംഗ് വളരെ പ്രസക്തമാണ്. 10ാമത്തെ പബ്ലിക് ഹിയറിംഗ് ആണ് വനിതാ കമ്മീഷൻ നടത്തുന്നത്. വിവിധ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ആ തൊഴിലിടങ്ങളിലെ വനിതകളുടെ പ്രശ്നങ്ങൾ, അവർക്ക് പറയാനുള്ളത്, അവരുടെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ, അതുപോലെ പാലിയേറ്റീവ് കെയർ മേഖല, പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബഹുമാനിയായ ആദ്യമായി രാജ്യത്ത് ഒരു പാലിയേറ്റീവ് കെയർ നയം ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ്. 2009 അന്ന് ആദരണീയായിരുന്ന ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അന്നാണ് രാജ്യത്ത് ഒരു പാലിയേറ്റീവ് കെയർ, ഒരു സാന്ത്വന പരിചരണം ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാടോടെ അതിനൊരു നയം അന്ന് ആവിഷ്കരിച്ചു. 2009 ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ. അതിനുശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ബഹുമാനിയായ ശൈലജ ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ ആ നയം പരിഷ്കരിച്ചു. കാലോചിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ അതിൽ വരുത്തി. ഈ കാലഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഒരു സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ സംസ്ഥാനമാകണമെന്നും. ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ടി വരുന്ന അമ്മമാർക്കൊപ്പം കുഞ്ഞുങ്ങളെയും താമസിപ്പിക്കുന്നതിന് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായി അവിടെ ഡേ കെയർ സംവിധാനവുമുണ്ട്. കുട്ടികളെ 12 വയസ്സ് വരെ ഹോസ്റ്റലിൽ ഒപ്പം നിർത്തി പഠിപ്പിക്കാം. സ്ത്രീകൾ കൂടുതലായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും ഡേ കെയർ സംവിധാനം ഒരുക്കാനുള്ള പദ്ധതി നടപ്പാക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ നിർബന്ധിതമായി രാജിവെപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കും. പ്രസവശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ പരിശീലനം വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, ഡയറക്ടർ ഷാജി സുഗുണൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ U. അബ്ദുൾ ബാരി, പ്രൊജക്ട് ഓഫീസർ N. ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഹോം നഴ്സിംഗ് മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ച റിസർച്ച് ഓഫീസർ AR അർച്ചന നയിച്ചു. കൈനഗിരി വിശുദ്ധ ചാവറ ജന്മഗൃഹത്തിൽ 219ാം ചാവറ ജയന്തി തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം ഏറെ ശ്രദ്ധേയമായി. വിശുദ്ധ ചാവറ പിതാവിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളും കൈനഗിരി ഗ്രാമത്തിൻ്റെ മനോഹാരിതയും ഒപ്പം പോരായ്മകളും സമ്മേളനം ചർച്ച ചെയ്തു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കൈനഗിരി വിശുദ്ധ ചാവറ ജന്മഗൃഹത്തിൽ ഫെബ്രുവരി 1 മുതൽ വിശുദ്ധൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 10 വരെയാണ് ചാവറ ജയന്തി തിരുനാൾ ആഘോഷങ്ങൾ. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരുന്നു ചാവറ ഭവനിൽ സാംസ്കാരിക സമ്മേളനം ചേർന്നത്. മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ്, സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകളെ ഏറെ ആദരവോടെ, അതിലുപരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. തോമസ് കെ തോമസ് MLA, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ചാവറ ജന്മഗൃഹം തീർത്ഥാടന കേന്ദ്ര ഡയറക്ടർ ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ, CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഡോക്ടർ ആനി പ്രസന്ന CMC, വാർഡ് മെമ്പർ നോബിൻ P. ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളും വെള്ളപ്പൊക്കം മൂലം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും സമ്മേളനം ചർച്ച ചെയ്തു. ചാവറ ജന്മഗൃഹത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിയുടെ കാർ എത്തുന്നത് എന്നുള്ള അറിവ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഏവരിലും കൗതുകമുണർത്തി.
കൈനഗിരി വിശുദ്ധ ചാവറ ഭവൻ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവാണ് വിശുദ്ധ ചാവറയച്ചനെന്നും മന്ത്രി അനുസ്മരിച്ചു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ജന്മഗൃഹത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ജന്മഗൃഹവുമായി ബന്ധപ്പെട്ട പള്ളിയുടെയും മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചുമതല CMI സഭ ഏറ്റെടുക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കൈനഗിരി വിശുദ്ധ ചാവറ ജന്മഗൃഹത്തിൽ വിശുദ്ധൻ്റെ 219 ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെയുള്ളൊരു പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കൈനഗിരി വെള്ളം കയറിയില്ലേ പിന്നെ കൈനഗിരിക്കാരല്ലല്ലോ, എപ്പോഴും വെള്ളം കയറും, എപ്പോഴും വെള്ളം കയറണം. കയറിയില്ലേ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം കാണത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് സഭ CMI എന്ന നിലയിൽ നിങ്ങൾ മുൻകൈ എടുക്കണം. ഇത് ഹൈറ്റ് ചെയ്യണം. ഹൈറ്റ് ചെയ്ത് ഉണ്ടക്കപ്പാലത്തിൽ നിന്നുള്ള റോഡ് നമുക്ക് നോക്കാം. ഇത് കിളത്താനുള്ള പണി നിങ്ങൾ ചെയ്യണം. ഇത് കിളത്തി ഒരു നല്ല പള്ളി അത്യാവശ്യ സംവിധാനങ്ങളൊക്കെ വന്നാൽ ഇത് വലിയ തരത്തിൽ വികസിക്കും. അപ്പോൾ ഈ വികസനത്തിന് അടിസ്ഥാനപരമായ സംവിധാനം രൂപപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്ത സർക്കാരിനാണ്. ബാക്കി ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം CMI CMC ഏറ്റെടുത്ത് 4-5 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ നമുക്ക് മാറ്റണം. മാങ്ങാനത്തെ ഒന്ന് വെല്ലുവിളിക്കാൻ തന്നെ ഞാനിപ്പം നിങ്ങളോട് പറയുകയാണ്. ഞങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് ഒരു മത്സരാധിഷ്ഠിതമായി തന്നെ ഈ സ്ഥാപനത്തെ, അവിടെ മലയായതുകൊണ്ട് ആൾക്കെല്ലാം കയറി വരാം, ഇവിടെ വെള്ളമായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട്, അതിനേക്കാൾ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്കിതിനെ ഒന്ന് മാറ്റി തീർത്താൻ ഈ കൈനഗിരിയുടെ പിന്നോക്കാവസ്ഥ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. ഞാൻ അതിനെ കാണുന്നത് ഒരു വികസനോന്മുഖമായ കാഴ്ചപ്പാടാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള പ്രദേശമാണ് കൈനഗിരിയെന്നും അതോടൊപ്പം തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലുള്ള വലിയ പുരോഗതിയും ഒന്നിച്ചു വരുമ്പോൾ കൈനഗിരി എന്ന പ്രദേശത്തിന് വലിയ തോതിൽ വികസനം കൈവരിക്കാൻ കഴിയുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. പ്രധാന റോഡുകളുടെ വശങ്ങളിലുള്ള ഓടകൾക്ക് മൂടിയില്ലാത്തത് മിക്കയിടങ്ങളിലും അപകട മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എങ്കിലും അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. റോഡുകളുടെ വശങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഓടകൾക്ക് മൂടിയില്ലെങ്കിൽ അത് നിരവധി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇത്തരത്തിൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ഓടയിൽ വീണ് സംസ്ഥാനത്ത് നിരവധി അപകടങ്ങളാണ് ദിവസവും നടക്കുന്നത്. ഇത്തരം അപകടങ്ങൾ പലരുടെയും ജീവൻ കവർന്നെടുക്കുകയുമാണ്. ഓട നിർമ്മിച്ചിട്ട് മൂടി ഇടാതെ പോകുന്ന സാഹചര്യങ്ങളും മൂടിയായി ഇട്ട കോൺക്രീറ്റുകൾ തകർന്ന നിലയിലുള്ള സാഹചര്യങ്ങളും പലയിടത്തും കാണാൻ കഴിയും. ചങ്ങനാശ്ശേരിയിൽ മതുമൂല ജംഗ്ഷൻ മുതൽ പാലാത്ര ചിറ വരെയുള്ള MC റോഡിൻ്റെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യങ്ങൾ എടുക്കാനാണെങ്കിൽ ഇനിയുമുണ്ടാകും ഇത്തരം കാഴ്ചകൾ. ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ കാൽനടക്കാരും ഇരുചക്ര വാഹനക്കാരും വീഴാതിരിക്കണമെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണം. കാര്യമായ പണച്ചെലവൊന്നുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഒഴിവാക്കാൻ കഴിയുന്നത് നിരവധി അപകടങ്ങളാണ്. അപകടം സംഭവിച്ചതിന് ശേഷം പരിഹാരം തേടിയുള്ള നെട്ടോട്ടം ഒഴിവാക്കാനാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കുടുംബശ്രീക്ക് 1.25 കോടി രൂപയുടെ വായ്പ വിതരണം ചെയ്തു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വായ്പാ വിതരണ സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു ഇതിന് മൂല്യമില്ലാന്ന് കരുതരുത്. 9%, 10% പലിശയ്ക്ക് പല ബാങ്കിൽ നിന്നും വായ്പ വാങ്ങിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ. അതിൻ്റെ പകുതി താഴെയായി വായ്പ അതിൻ്റെ പലിശ നിരക്ക് കുറച്ച് കേവലം 4% പലിശക്കാണ് നമുക്ക് വായ്പ തരുന്നത്. ഇപ്പോൾ സെൻട്രൽ ഏജൻസി പലിശ നിരക്ക് കൂട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ കൂടാൻ സാധ്യതയില്ല. ഒരുപാട് കൂടില്ല. കാര്യം ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിൽ കോർപ്പറേഷൻ കൊടുക്കുന്നത്. കേരളത്തിലെ ഇന്ന് ഏറ്റവും ഭംഗിയായി ലാഭകരമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ഒന്നായി പ്രിയപ്പെട്ട K. പ്രസാദ് ചുമതലയേറ്റതിനു ശേഷം കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം കേരള സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്ത ഒരു കോർപ്പറേഷനാണ് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമായിട്ടൊരു കാര്യം കൂടിയാണ്. 16 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ 267 അംഗങ്ങൾക്ക് 3% പലിശയ്ക്കാണ് വായ്പ വിതരണം ചെയ്തത്. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഓരോ അയൽക്കൂട്ടങ്ങൾക്കും ലഭിക്കുക. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ K. പ്രസാദ് ചെക്കുകൾ കൈമാറി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജർ VP അലോഷ്യസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി R ബിനു, CDS ചെയർപേഴ്സൺ കല അശോക്, CDS വൈസ് ചെയർപേഴ്സൺ P സുലഭ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന വനിതാ കമ്മീഷനും പുറക്കാട് ഗ്രാമപഞ്ചായത്ത് യൂത്ത് ക്ലബ്ബും സംയുക്തമായി പഞ്ചായത്തിൽ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ച പല കാര്യങ്ങളിലും നമുക്ക് അറിവില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കമ്മീഷൻ വരുമ്പോൾ അത് ബോധ്യപ്പെടും. വിവാഹം കഴിഞ്ഞു വരുന്ന കുട്ടികൾ എന്തുമാത്രം തെറ്റായ ധാരണകളുമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ യാതൊരുവിധ അറിവുമില്ലാതെ വന്നിട്ട് വിവാഹബന്ധം വേർപെടുത്തുന്ന തരത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ബന്ധം പല കുടുംബങ്ങളിലും ഇല്ല എന്നുള്ളതാണ് കമ്മീഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് യുവാക്കളെ അടക്കം ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് കമ്മീഷൻ തീരുമാനിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് വന്നത് നിസ്സാരക്കാരിയാണ് അല്ലേ? ഇവിടുത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നല്ല ഒരു ഡോക്ടർ വന്നത് നിങ്ങളുടെ തൊട്ടുമുറ്റത്തുള്ള ഒരു ഡോക്ടർ. വേറെ ഇതിൽപ്പരം നിങ്ങൾക്ക് ഒരു ആശ്വസിക്കാൻ വേറൊന്നും വേണ്ട, സന്തോഷിക്കാം അല്ലേ? ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് VS മായാദേവി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K രാജീവൻ, പ്രിയ അജേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൈക്കാട്രി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാലിമ കൈരളി, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ L ഷീബ, ശിശു വികസന ഓഫീസർ C ജോയ്, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ കാവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ AKDW ആൻഡ് SA-യുടെ 24ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 6 ചൊവ്വാഴ്ച ചേരും. മാവേലിക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ SK സുരേന്ദ്രൻ നഗറിൽ മുൻ മന്ത്രി G സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജാതിവർണ്ണ വ്യത്യാസമില്ലാതെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി കഴിഞ്ഞ 48 വർഷമായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അതിൻ്റെ 24ാമത്തെ ജില്ലാ സമ്മേളനം മാവേലിക്കര വെച്ച് നടക്കുകയാണ്. സംസ്ഥാന മന്ത്രി G സുധാകരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഇവിടുത്തെ 1ാം പിണറായി സർക്കാരിലെ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി A ശോഭ പങ്കെടുക്കുന്നുണ്ട്. മാവേലിക്കരയിലെ തന്നെ വാർഡ് കൗൺസിലർമാരൊക്കെ പങ്കെടുക്കുന്നു. ഞാൻ നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രാവിലെ 9-ന് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകുന്നത്. അസോസിയേഷൻ അംഗങ്ങളുടെ പ്രകടനത്തിന് ശേഷമായിരിക്കും പൊതുസമ്മേളനം. വിവിധ എൻഡോമെന്റ് വിതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PT ജോൺ പെരുമ്പള്ളിലിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ. നാടൻപാട്ട് കലാകാരിയും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന കാവാലം രംഭാമ്മയെ അനുസ്മരിച്ചു കുട്ടനാട്. തട്ടാശ്ശേരിയിൽ നടന്ന 9ാമത് അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് സർദാർ KM പണിക്കർ സ്മാരക ദേശീയ വായനശാലയെ ആദരിച്ചു. പ്രഥമ കാവാലം രംഭാമ്മ പുരസ്കാരം നാടൻപാട്ട് കലാകാരൻ സുനിൽ അമരയ്ക്ക് സമ്മാനിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4-ന് കാവാലം തട്ടാശ്ശേരി ജംഗ്ഷനിലായിരുന്നു പരിപാടി. എഴുത്തുകാരൻ കമാൻഡർ TO ഏലിയാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതായത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി കൊട്ടാര അന്തരീക്ഷത്തിലുണ്ടായത് അത് ക്ലാസിക്കലാണ്. അപ്പോൾ അതിനെ നമുക്ക് അതോടൊപ്പം തന്നെ അതിന് പാരലായിട്ട് നിലനിന്നിരുന്നതാണ് ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുണ്ടായ നാടൻ കല. ഇത് രണ്ടും സമാന്തരമായിട്ട് പോരുകയാണ്. പക്ഷേ ഈ ക്ലാസിക്കൽ കലകൾക്ക് കാലാകാലങ്ങളിൽ ഒരുപാട് വ്യതിയാനങ്ങളുണ്ടായി, അവയ്ക്ക് രൂപമാറ്റങ്ങളുണ്ടായി. എന്നാൽ നാടൻ കലകൾക്ക് അന്നു മുതൽ ഇങ്ങോട്ട് ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ സമഗ്രമായൊരു രൂപഭേദം ഉണ്ടാവാതെ ആദ്യം മുതൽ ഇന്നോളം ഒരേപോലെ അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുന്നതാണ് നാടൻ കല. അപ്പോൾ ഈ കൊട്ടാര കൃതികളിൽ കൊട്ടാര കേന്ദ്രീകൃതമായി ഉണ്ടായിട്ടുള്ള കലാ മേഖലകളിൽ ആദ്യകാലങ്ങളിൽ സംഗീതമുണ്ടായത് വേദസ്തുതികളായിരുന്നു, വേദങ്ങളിൽ നിന്നുള്ള പാട്ടുകൾ.
സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MK ശിവപ്രസാദ് അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് S ജയതീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC രമേശ് കുമാറിൽ നിന്നും കാവാലം ദേശീയ വായനശാല സെക്രട്ടറി MA ജോസഫ് ആദരവ് ഏറ്റുവാങ്ങി. കലാസാംസ്കാരിക പ്രതിഭകളെ സ്വാഗത സംഘം രക്ഷാധികാരി PV രാമഭദ്രൻ ആദരിച്ചു. ചടങ്ങിൽ പ്രഥമ കാവാലം രംഭാമ്മ പുരസ്കാരം നാടൻപാട്ട് കലാകാരൻ സുനിൽ അമരയ്ക്ക് സമ്മാനിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ്, കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം പ്രതിനിധി K സജി, പുകാസ കുട്ടനാട് ഏരിയ പ്രസിഡന്റ് കുരുവിള തോമസ്, സെക്രട്ടറി V വിത്തവാൻ, സ്വാഗത സംഘം കൺവീനർ CV സുരേഷ് എന്നിവർ സംസാരിച്ചു. ചക്കുളത്തുകാവ് ക്ഷേത്ര വ്യാപാരി കൂട്ടായ്മയുടെ 1ാമത് വാർഷിക പൊതുയോഗം തിങ്കളാഴ്ച നടന്നു. രാവിലെ 11:30 ആരംഭിച്ച യോഗം ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ്, അതിലൂടെ പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കുകയും തീർച്ചയായിട്ടും നിങ്ങളുടേതായ പ്രവർത്തനം കൊണ്ട് ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ദേവിയെ കാണാൻ വരുന്ന ഭക്തജനങ്ങളെ കൊണ്ട് നിങ്ങളും വളരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനത്തിന് സാധിക്കും. കാരണം വരുന്നവരോട് ദേഷ്യമില്ലാതെ പെരുമാറുക, അതുപോലെ എല്ലാവരോടും സഹകരിച്ച് മുമ്പോട്ട് പോവുക, കടക്കാർ തമ്മിൽ ഒരു പ്രത്യേക ഐക്യതയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. വ്യാപാരി കൂട്ടായ്മ പ്രസിഡന്റ് TR രാജു അധ്യക്ഷത വഹിച്ചു. ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് നമ്പൂതിരി, ബ്ലോക്ക് മെമ്പർ അജിത് കുമാർ പിഷാരത്, സതീഷ് കുമാർ, EM മനോഹരൻ, T വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു. മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി വാർഷിക സമ്മേളനം തിരുവല്ല YMCA ഹാളിൽ നടന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരളം അതിഭദ്രാസന സഹായമെത്രാൻ മാത്യൂസ് മോർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ ആത്മീയതയിൽ നിന്ന് മതാത്മകതയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതം എല്ലാ മതങ്ങളെയും എല്ലാ സാമൂഹിക ധാരകളെയും ഉൾക്കൊള്ളുന്ന, സംശീകരിക്കുന്ന ഒരു വലിയ ആശയത്തിൻ്റെ പ്രതീകമാണ് ഭാരതം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ UP-യിൽ ഏകദേശം 6 മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി ചെയർമാൻ ഫാദർ പ്രസാദ് ജോൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, റോബി തോമസ്, സുരേഷ് K തമ്പി, ലിജു M തോമസ്, റവറൻ സണ്ണി ജേക്കബ്, ശരൺ ചന്ദ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സാമൂഹിക പൊതുപ്രവർത്തന ആരോഗ്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജെഫേഴ്സൺ ജോർജ്, ഈപ്പൻ കുര്യൻ, ഷെൽട്ടൺ V റാഫേൽ, ജിജു വൈക്കത്തുശ്ശേരി, ഷാജി വാഴൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുളിങ്കുന്ന് ചെറുവള്ളിക്കാവ് കോയിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്ന ദേവി വിഗ്രഹ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 5-ന് പുളുങ്ങുന്ന പൊട്ടുമുപ്പതിൽ നിന്നും ആരംഭിച്ച ദേവി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ സ്വീകരണം നൽകി. ദീപാരാധനയ്ക്ക് ശേഷം ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് സ്വാമി തപസ്യാമൃതാനന്ദപുരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഫെബ്രുവരി 13 ചൊവ്വാഴ്ച അവഭൃത സ്നാന ചടങ്ങുകളോടെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് സമാപനമാകും.
ഭാഗവത ശ്രീ കറ്റാനം ഭരണിക്കാവ് കൃഷ്ണൻകുട്ടി സ്വാമികളാണ് യജ്ഞാചാര്യൻ. ഫെബ്രുവരി 14, 15 തീയതികളിലാണ് ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിലെ തിരുവുത്സവം. ഇന്ന് ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിലല്ല പലതും. ഇപ്പം തന്നെ കൊറോണ വന്നില്ലേ, സയൻസൊക്കെ എത്ര വളരെ മുന്നോട്ട് പോയി. എന്താ സംഭവിച്ചത്? നമ്മൾ നിസ്സഹായരായിപ്പോയി. വാർദ്ധക്യം, രോഗം, മരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പം ഈശ്വരനെ വിളിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതായത് ഈശ്വരനെ രൂപത്തിൽ കാണാം, രൂപമില്ലാതെ കാണാം, ഞാനാണ് സത്യമെന്ന് കാണാം, എന്നിനുള്ളിലുള്ള ചൈതന്യമാണ് ഈശ്വരനെന്ന് കാണാം, ഞാൻ തെറ്റായിരിക്കുമ്പോൾ ശരിയായതെന്തോ അതാണ് ഈശ്വരനാണെന്ന് കാണാം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.